ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ റീത്താമ്മയാണെങ്കിൽ പൗലോസിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അലീനയെ കുറിച്ചിട്ട്. അന്നേരം പൗലോസല്ല ആൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ ഭയങ്കരയാണ്, പഠിച്ച പണി മുഴുവൻ നോക്കുന്നുണ്ട് ഞങ്ങളവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ റീത്താമ്മ ആൻ്റപ്പൻ്റെ അടുത്ത് ചോദിക്കും, എന്താടോ ആൻ്റപ്പ ഇതെന്ന്. അന്നേരം ആൻ്റപ്പൻ പറയും, എനിക്കതൊന്നും അറിയത്തില്ലാന്ന്. ഇവനാണ് കള്ളന് കഞ്ഞി വെച്ചവൻ, എന്ത് പറഞ്ഞാലും റെക്കോർഡ് ചെയ്ത പോലെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടാ പൗലോസേ, നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, അവൾ എന്നെ ഭരിക്കാൻ വന്നപ്പോഴേ പോടി പുല്ലേ എന്ന മട്ടിൽ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് അവളുടെ വേലത്തരൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്ട് പൗലോസ്. എന്നിട്ട് വീണ്ടും പറയും, കൊച്ചമ്മേ, ഈ ബംഗ്ലാവും എസ്റ്റേറ്റൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നീ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. ഇവിടുത്തെ കാര്യങ്ങളും വേണമല്ലോ ശ്രദ്ധിക്കാൻ ആള്. അവളുടെ റൂം എവിടെയാന്ന് ചോദിച്ചിട്ട് ആൻ്റപ്പനെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആൻ്റപ്പ അവിടെ ചെന്ന് നോക്കുമ്പോൾ അലീനയുടെ റൂം പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. ഉള്ളിൽ നിന്ന് അലീന കുളിക്കുകയോ മറ്റോ ആണ്. ഇതാ റൂം എന്ന് പറയുമ്പോൾ ഇത് ഗസ്റ്റ് റൂം അല്ലേ, ഇതാണ് അവളുടെ റൂം എന്നും ചോദിച്ചു നിൽക്കുമ്പോൾ ആ സ്റ്റാൻലിയുടെ മകളുണ്ടല്ലോ ഓടിപ്പോയി വാതിലിങ്ങനെ മുട്ടിക്കൊണ്ടേ ഇരിക്കട്ടോ, തുറക്ക് തുറക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ കതക് തുറന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയും, ഞാനിവിടുത്തെ പപ്പയുടെ മകളാ, ഞാൻ പപ്പേനെ കാണാൻ വന്നതാന്ന് പറയും. അന്നേരം അലീനയും പറയും, ഞാനും ഇവിടുത്തെ പപ്പയുടെ മകളാന്ന്. ആണോ? എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഞാൻ ഇവിടേക്ക് വന്നത് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അലീനയ്ക്ക് കൈയൊക്കെ കൊടുക്കാണ്. അന്നേരം റീത്താമ്മ അത് കണ്ട് വന്നിട്ട് പറയും, എടി കൈ അങ്ങ് എടുത്തേ, ആ കൈ അങ്ങ് വിട് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ കൈ അങ്ങ് പിടിച്ച് വലിക്കുക. എന്നിട്ട് റീത്താമ്മ നമ്മുടെ അലീനയുടെ അടുത്ത് ചോദിക്കും, സ്റ്റാൻലിയുടെ സ്വത്ത് മോഹിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതായിരിക്കുമല്ലേ എന്ന്. അന്നേരം നമ്മുടെ അലീന പറയും, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ നിങ്ങളെന്ന്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായിക്കോളും. എടി നീ ഇവിടെ 90 ദിവസത്തിനപ്പുറം പോവത്തില്ല എന്നും പറഞ്ഞ് ഈ കൊച്ചിനെയും കൊണ്ടിട്ട് പോവാണ് കേട്ടോ നമ്മുടെ റീത്താമ്മ. അപ്പോൾ നമ്മുടെ ആൻ്റപ്പനോട് ചോദിക്കട്ടോ, ആരാ അതെന്ന് അലീന. അന്നേരം ആൻ്റപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്റ്റാൻലിയുടെ വൈഫിൻ്റെ ഏടത്തിയാണ്. ഓ അങ്ങനെയാണല്ലേ, ആ കുട്ടിക്ക് അത് എന്ത് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാന്ന് പറയും. ചെറുപ്പത്തിലേ ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇങ്ങനെ ആയി, അതിനെ ഡോക്ടറെ കാട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര് കാണിക്കാനാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയും, എന്തായാലും എൻ്റെ അനിയത്തിയല്ലേ, ആ കൊച്ചിനെ നേരം വണ്ണമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അന്നേരം റീത്താമ്മ ഈ കുട്ടിയെ കൊണ്ടിട്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അന്നേരം ഈ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ അവിടെയാണെങ്കിൽ നിന്നെ നോക്കാൻ ഞാനുണ്ട്, അങ്കിളുമാരുണ്ട്, നിന്റെ അമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്നെ നോക്കാൻ ആരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ പപ്പ ഉണ്ടല്ലോ, ചേച്ചി ഇല്ലേ. ചേച്ചിയോ? ആരുടെ ചേച്ചി? നീ ഇങ്ങ് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പിടിച്ചു വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് നമ്മുടെ സ്റ്റാൻലി വന്നിട്ട് അലീനയുടെ അടുത്ത് അവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് നമ്മുടെ അലീന ഇവരെ പറ്റി ചോദിക്കുന്നുണ്ട്. അവരാണ് ഞങ്ങളുടെ ജീവിതം തകർത്തത്, സാമാന്യ മര്യാദ ഉള്ളതുകൊണ്ടാണ് അവർ ഇവിടെ കയറി വന്നതിൽ ഞാൻ ഇറക്കി വിടാഞ്ഞത്, പക്ഷെ വേണ്ടി വന്നാൽ ഞാൻ ഇറക്കി വിടും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ കാരണം പപ്പയുടെ ജീവിതം തകരാൻ പാടില്ല, അതാണ് എൻ്റെ ആഗ്രഹം. അലീന, നീ വന്നാലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കാര്യം വരാനില്ല, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. അവർ വന്നതിൽ നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നമ്മുടെ അലീന പറയും, എനിക്ക് ടെൻഷനുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിലല്ല പപ്പയുടെ കാര്യത്തിലാന്ന് പറയുമ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കണ്ട മോളെ, നിന്നെ ആരും ഇവിടുന്ന് ഇറക്കി വിടാനും പോകത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ അലീനയ്ക്ക് ധൈര്യം കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റാൻലി അവിടെ നിന്ന് പോകുന്നത്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാഗം കഴിഞ്ഞത്.